മാസപ്പടി കേസിൽ മുൻമന്ത്രി PM മുഹമ്മദ് റിയാസിനെതിരെയും ED അന്വേഷണം. വീണ റിയാസ് പണമിടപാടുകളിലാണ് അന്വേഷണം. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ കൈമാറിയിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നിർണായകമായ നീക്കത്തിലേക്ക് ED കടക്കുന്നു. ഇതുവരെയും ചിത്രത്തിലില്ലായിരുന്നു മുഹമ്മദ് റിയാസ്. ഇപ്പോൾ റിയാസും അന്വേഷണ പരിധിയിലേക്ക് വരികയാണോ? ടോം, വീണയെ നിരന്തരം ചോദ്യം ചെയ്ത ശേഷവും വീണയുടെ ലോക്കറിലുണ്ടായിരുന്ന, അതായത് HDFC ബാങ്കിന്റെ ലോക്കർ പരിശോധിച്ച ശേഷവും കണ്ടെത്താനായത് 1.5 ലക്ഷം രൂപയാണ്. അതേസമയം ഈ CMRലും എക്സാലോജിക്കും തമ്മിലുണ്ടായ മാസപ്പടി ഇടപാടിൽ 2.78 കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇടപാട് നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം നടക്കുന്നത്. പക്ഷേ വീണയുടെ അക്കൗണ്ടുകളിൽ നിന്നോ മറ്റു ട്രാൻസാക്ഷനിൽ നിന്നോ ഇതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. 2017 മുതൽ 2020 വരെയുള്ള അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്, മാസപ്പടി ഇടപാടിൽ നടന്നിട്ടുള്ളത്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണം 2020 ജൂൺ 15-നാണ് മുഹമ്മദ് റിയാസും വീണയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതിനുശേഷം മുഹമ്മദ് റിയാസിന്റെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റിയോ അതല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ പേരിൽ മറ്റ് സ്വത്തുവകകൾ വാങ്ങിച്ചു കൂട്ടിയോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ED ഇനി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മുഹമ്മദ് റിയാസിന്റെ സ്വത്തുവകകളെ പറ്റി അന്വേഷണം ഉണ്ടാകും. അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കും. അതല്ല മറ്റേതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും EDക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. 2014-15 കാലഘട്ടത്തിലാണ് എക്സാലോജിക്ക് 1 ലക്ഷം രൂപ മൂലധനവുമായി ബന്ധപ്പെട്ട് ചേർത്ത ഈ എക്സാലോജി കമ്പനി ആരംഭിക്കുന്നത്. പക്ഷേ 2017 മുതൽ 2020 വരെയുള്ള കമ്പനിയുടെ ടേൺ വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ വീണയെ മാർക്കറ്റിംഗ് ആൻഡ് IT കൺസൾട്ടന്റായി നിയമിച്ചതും അതുപോലെ എക്സാലോജിക്ക് 3 ലക്ഷം രൂപ, വീണയ്ക്ക് 5 ലക്ഷം രൂപ എന്നിങ്ങനെ ഈ തരത്തിൽ 8 ലക്ഷം രൂപ മാസപ്പടിയായി നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണ് 2.78 കോടി രൂപയുടെ ഇടപാട് CMRലും ഈ എക്സാലോജി കമ്പനിയുമായി കണ്ടെത്തിയിരിക്കുന്നത്. ആ ഇടപാടിന്റെ തുക എവിടെ, ആ തുക എവിടെയാണ് വിനിയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളെയാണ് ED അന്വേഷിക്കുന്നത്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടപടിയുടെ ഭാഗമായിട്ടാണോ CMRൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്? മുൻ മുഖ്യമന്ത്രി, അതായത് വീണയുടെ പിതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ 2016 മുതലുള്ള കാലഘട്ടത്തിലാണ് ഈ ഇടപാട് നടക്കുന്നതും. അതും CMRന് വഴിവിട്ടിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ സഹായങ്ങളോ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പൊല്യൂഷൻ കൺട്രോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധികാരം കൂടി ഈ മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതും ഈ CMRലുമായി ബന്ധപ്പെട്ട് അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഇളവുകളും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിലൂടെ ലഭിച്ചതാണോ? അത്തരം കാര്യങ്ങൾ കൂടി ED അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന ആളാണ് മുഹമ്മദ് റിയാസ്. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നതാണ്. ഇതുവരെയുള്ള റെയ്ഡിലോ അല്ലെങ്കിൽ വീണയുമായി നടത്തിയിട്ടുള്ള മറ്റ് ചോദ്യം ചെയ്യലോ ഒന്നും വീണ ഈ ഒരു 2.78 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് എങ്ങോട്ടാണ് എന്നുള്ള കാര്യവും അതിൻ്റെ ഡീറ്റെയിൽസും EDക്ക് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുവകകൾ, അതിനുശേഷം 2020 ശേഷമോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലോ മുഹമ്മദ് റിയാസ് സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിനാമി ഇടപാടുകളിലൂടെ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് ഈ പണം പോയിട്ടുണ്ടോ, മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും EDയുടെ അന്വേഷണ പരിധിയിൽ വരിക. എന്തായാലും മുഹമ്മദ് റിയാസിനെ തന്നെ അടിയന്തരമായി ചോദ്യം ചെയ്യണം നീക്കത്തിൽ തന്നെയാണ് ED. മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ട് വിശദാംശങ്ങളും ED പരിശോധിക്കും. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മാസപ്പടി കേസിൽ മുൻമന്ത്രി PM മുഹമ്മദ് റിയാസും EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. വീണ റിയാസ് പണമിടപാടുകളാണ് അന്വേഷണം. വീണയുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തോതിൽ പണം മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ED പരിശോധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.